5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഭാരത് മാതാ കീ ജയ്, ഭാരത് മാതാ കീ ജയ്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലാദ്യമായി ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചിരിക്കുകയാണ്. ഇനി ഒരേ ഒരു പാർട്ടി കൂടെ വിളിക്കാനുള്ളൂ, CPM കൂടെ വിളിക്കാനുള്ളൂ. CPM അകത്തിരുന്ന് വിളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അവരുടെ വലിയ പരിപാടി വരുന്നുണ്ട്. നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ ഗവർണറെ പണിയാനുള്ള വലിയ പരിപാടി എന്തോ വരുന്നുണ്ട്. അത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് CPMകാരും മുദ്രാവാക്യമൊക്കെ തയ്യാറാക്കുന്നുണ്ട്. പിന്നെ തെരുവ് നാടകം വരുന്നു എന്ന് കേൾക്കുന്നു. ചിലരുടെ തെരുവ് നാടകമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു കൊട്ടേഷൻ എടുത്ത ടീമുകളൊക്കെ ഉണ്ടല്ലോ, വരുന്നുണ്ട്. ഭാരത് മാതാ കീ ജയ്. എന്തായാലും CPI വലിയൊരു വെട്ടിലാണ് ചെന്ന് വീണത്. സ്വാതന്ത്ര്യത്തിൻ്റെ കൊടി ഉയർത്തുന്നു. പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. ഇന്ത്യൻ പതാക ആരെങ്കിലും കെട്ടുകയാണെങ്കിലോ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏതെങ്കിലും മീറ്റിംഗ് നടക്കുകയാണെങ്കിലോ അവരെയൊക്കെ കളിയാക്കുമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഗാന്ധിജി തന്നെ പറഞ്ഞു യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനമാണ്. EMS പറഞ്ഞു, ആരാ പറഞ്ഞത് രാഷ്ട്രീയ അധികാരം മാറുമ്പോൾ രാഷ്ട്രീയമായൊരു കൊടി മാറിയാൽ നമുക്ക് ബ്രിട്ടീഷുകാർ എന്നൊരു സോവർണിറ്റ് തന്നത് കൊണ്ട് മാത്രം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാൻ പറ്റൂ? ഈ രാജ്യത്തെ കോടാനുകോടി ആളുകൾ ദരിദ്രന്മാരായും പട്ടിണിക്കാരായും പാവപ്പെട്ടവരായും വീടില്ലാത്തവരായും കക്കൂസില്ലാത്തവരായും വെള്ളം കിട്ടാത്തവരായും വൈദ്യുതി ഇല്ലാത്തവരുമായി കഴിയുന്ന ഈ രാജ്യം എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുക? എന്തൊരു രസമായിരുന്നു, എന്തൊരു തള്ളായിരുന്നു ഒരു കാലഘട്ടത്തിൽ CPM CPI ഒക്കെ. അത് പോയി. അതുപോലെ ഭരണഘടനയെ തള്ളി പറഞ്ഞിരുന്നു നേരത്തെ. പിന്നെ ആദ്യം കയ്യിലെടുത്തത് ഭരണഘടനയാണ്. ഇപ്പോൾ ഭരണഘടനയൊക്കെ ബുക്ക് കയ്യിലെടുത്ത് ഭരണഘടന രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഭരണഘടനയുടെ ഓരോ പേജ് എടുത്ത് ഇങ്ങനെ കഷായം, മറ്റേ തുളസിയിൽ കഷായം കുടിക്കും പോലെ, തുളസിയിലിട്ട് ചായ കുടിക്കും പോലെ, കട്ടൻ ചായ കുടിക്കുന്ന പോലെ ഇപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഭാരത് മാതാ കീ ജയ് വിളിച്ചിരിക്കുന്നു. ശരിക്ക് പറഞ്ഞാൽ ഇവിടെ ഇതറിഞ്ഞുകൊണ്ടാണോ, ഇങ്ങനെ CPIയെ വെട്ടിലിടാനാണോ രാജേന്ദ്ര ആർലേക്കറും ഗവർണർ ഉപദേഷ്ടാക്കളായ കുറേ ആളുകളുണ്ടല്ലോ, അവരെല്ലാം കൂടി പർപ്പസായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ ഈ ഫോട്ടോ വച്ചത്? അങ്ങനെ ഫോട്ടോ വച്ച് പരിപാടിയിൽ വച്ച് CPIയെ കണിയിൽ വീഴ്ത്തി. ഈ ട്രാപ്പ് മനസ്സിലായില്ല CPIക്ക്. അല്ലെങ്കിൽ അവരവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പ്രസാദിന് ഒട്ടും മനസ്സിലായില്ല. അല്ലെങ്കിൽ പ്രസാദ് അവിടെ ചെന്ന് പൂവൊന്നും ഇടണ്ടായിരുന്നു. ഞാനങ്ങനെ പൂവൊന്നും ഇടുന്ന ആളല്ല. ഗവർണർ പൂവിടട്ടെ. ഇപ്പോൾ ഗവർണർ പൂടുമ്പോൾ മന്ത്രിയും പൂട്ടില്ല എന്ന് പറഞ്ഞ് ഒന്ന് ചിരിച്ചങ്ങ് നിന്നാൽ മതിയായിരുന്നു. അപ്പോൾ മന്ത്രിയെ കൊണ്ട് പൂട് വയ്ക്കുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ എന്നിട്ട് ഇത് പോയെങ്കിൽ ഇതങ്ങ് വെറുതെ പോകുമായിരുന്നു. ഇപ്പം എന്താ സംഭവിച്ചത്? ഗവർണർ രാജ്ഭവനിൽ വലിയ ഫോട്ടോ വയ്ക്കുന്നു. അതിനെതിരെ പരാതി കൊടുക്കാൻ സന്തോഷ് കുമാർ എന്ന് പറയുന്ന MP, രാജ്യസഭാ MP പ്രസിഡന്റിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വലിയ പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ ചൂട്ടും കെട്ടിപ്പടയെന്നുള്ളതിൽ അവിടെ ഇതിനേക്കാൾ വലിയ മാതാവിനെ വച്ചിരിക്കുന്നു, ഭാരത മാതാവിനെ വച്ചിരിക്കുന്നു. ആകെ നശഘോഷയായി അവസാനം സമരം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നു. എന്ത് രാഷ്ട്രീയമാണ്? എന്താണ് ഇനി ജനഗണമന, ഇനി വന്ദേ ഭാരതം കൂടെ പാടിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ എന്നാണാവോ RSSൻ്റെ ഗണഗീതം ഇവരൊക്കെ പാടുന്നത്? അറിയാൻ പറ്റത്തില്ല. ഈ രാജ്യത്തെ RSS കീഴടക്കുന്നു, സംഘ്യ കീഴടക്കുന്നു, BJP കീഴടക്കുന്നു പറഞ്ഞാൽ ഗണഗീതത്തിനൊരു ഒരു അപ്പർ ഹാൻഡോ അല്ലെങ്കിൽ ഗണഗീതം ആളുകൾ ഇഷ്ടപ്പെട്ടാൽ ഈ ഗണഗീതവും ചിലപ്പോൾ പാടും. എന്ത് രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ തത്വാധിഷ്ഠിത നിലപാട്? CPI ഒക്കെ കുറച്ചുകൂടി നല്ലൊരു പാർട്ടിയായിട്ടൊക്കെ നിന്നതാണ്. പക്ഷേ ഇപ്പോൾ പോയി ചെന്നുപെട്ടിരിക്കുന്നത് ഒരു ഗവർണറിൻ്റെ ട്രാപ്പിൽ വീഴാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു. എന്തായാലും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചത് നന്നായി. ഇപ്പം അറിയുന്നതനുസരിച്ച് MN ഗവൺമെൻറ് നമ്മുടെ സ്മാരകത്തിനകത്ത് പുതിയൊരു സാധനം തയ്യാറാവുന്നുണ്ട്, പതാക. ആ പതാകയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാരത് മാതാവിൻ്റെ ചിത്രം തയ്യാറായി വരുന്നുണ്ട്. അതായിരിക്കും ഇനി പ്രചരിപ്പിക്കുന്നത്. RSSൻ്റെ കൊടിയൊന്നും എടുക്കത്തില്ല. അതിന് പകരം ഈ കൊടി നമ്മുടെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക വെച്ചുകൊണ്ടുള്ള ഒരു ഭാരത് മാതാവ് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അത് കാണാം. നമുക്കതിനായി കാത്തിരിക്കാം.